ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 14-ാം വാക്യം. അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. ഇന്ന് നമ്മുടെ കർത്താവ് ഈശ്വംസിഹായുടെ സ്വർഗാരോഹണ തിരുനാളാണ്. സ്വർഗാരോഹണ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. ഈശോ ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രേഷിത ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട്. ഈ പ്രേഷിത ദൗത്യം ഏൽപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് ഈശോ അവരെ കുറ്റപ്പെടുത്തുകയാണ്. എന്തിനാണ് അവരെ കുറ്റപ്പെടുത്തുന്നത്? അവരുടെ വിശ്വാസക്കുറവിനെയും ഹൃദയ കാഠിന്യത്തെയും കുറിച്ച് അവൻ അവരെ കുറ്റപ്പെടുത്തുക. ഈശോയുടെ ഉദ്ധാനത്തെ കുറിച്ച് പലരും വന്ന് ഈ ശിഷ്യന്മാരോട് പറയുമ്പോഴും അവർക്ക് വിശ്വാസമില്ല. ഈശോ ഉദ്ധാനം ചെയ്തു എന്ന് വിശ്വസിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഹൃദയം കഠിനമാക്കി അവർ വിശ്വാസമില്ലാതെ മുന്നോട്ട് പോവുക. ഇത് കണ്ട് വേദനയോടുകൂടിയാണ് ഈശോ അവരെ കുറ്റപ്പെടുത്തുന്നത്. കാരണം 3 വർഷക്കാലം ഈശോ ഇവരെ കൂടെ കൊണ്ട് നടന്നു. ഇവരെല്ലാ അത്ഭുതങ്ങളും കണ്ടു. ഈ 3 വർഷക്കാലത്തിന്റെ ഇടയ്ക്ക് പല പ്രാവശ്യമായിട്ട് ഈശോ തന്റെ പീഡാനുഭവ മരണ ഉദ്ധാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊന്നും വിശ്വസിക്കാതെ വിശ്വാസമില്ലാത്ത വ്യക്തികളായിട്ട് അവർ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് വേദനയോടുകൂടി ഈശോ അവരെ ശകാരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര വിശ്വാസമില്ലേ? സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ ഇന്ന് ഈശോ എൻ്റെ സന്നിധിയിൽ വന്നാൽ നമ്മളെയും ഇത് തന്നെ ചെയ്യാറുണ്ടല്ലേ? ശകാരിക്കും. ഇത്ര വർഷമായിട്ട് നീ ഈശോയെ അനുഭവിച്ചില്ലേ? എന്നിട്ടും എന്തുകൊണ്ടാ നിന്റെ ജീവിതത്തില് നീ ആഴമായിട്ട് ഈശോയില് വിശ്വസിക്കാത്തത്? നിന്റെ ഹൃദയം കഠിനമാക്കി നീ എന്തിനാ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഹൃദയം ഒന്ന് എളിമപ്പെട്. നീ എളിമപ്പെട്ടാല്, ഹൃദയം എളിമയിലൂടെ കടന്നുപോയാൽ മാത്രമേ നിന്റെ ജീവിതത്തില് മിശിഹായെ അനുഭവിക്കാനായിട്ട്, അവനില് അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നിന്റെ ജീവിതത്തില് പല പ്രതിസന്ധികളിലും പല പ്രശ്നങ്ങളിലും നിന്റെ ദൈവം നിന്നെ തൊട്ട് കടന്നു പോയിട്ടില്ലേ? ഇത്രയേറെ അനുഭവം ഉണ്ടായിട്ടും എന്തുകൊണ്ടാ നീ വിശ്വസിക്കാത്തത്? ഈ ശിഷ്യന്മാരെ പോലെ പലപ്പോഴും ഈശോയുടെ കൂടെ നടന്നിട്ടും പല അത്ഭുതങ്ങള് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തിട്ടും ഈശോയിൽ വിശ്വസിക്കാതെ മാറി നിന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇന്ന് ഈ സ്വർഗാരോഹണ തിരുനാളില് ഈശോയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക. എൻ്റെ ജീവിതത്തില് ഈ ശിഷ്യന്മാരെ പോലെ ഈശോ എന്നെ കുറ്റപ്പെടുത്തേണ്ട ഒരു നിമിഷം വരുന്നുണ്ടോ? ഈശോയില് ഞാൻ ആഴമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തില് ഇന്നോളം എൻ്റെ ദൈവം ചൊരിഞ്ഞ എല്ലാ നന്മകൾക്ക് നമുക്ക് നന്ദി പറയാം. ആ നന്മകളില് ദൈവത്തെ കാണുവാനായിട്ട്, അവനെ അനുഭവിച്ചറിയുവാനായിട്ട്, ആഴമായ വിശ്വാസത്തോടെ അവനോട് ചേർന്ന് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.